അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ആ ആരോഗ്യം മരണം വരെ നിലനിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്നവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രവാചകനാണ് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബിയുടെ പിതാവിന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ എന്താ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ദജ്ജാലിനെ കൊല്ലാൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രവാചകന്റെ പേരെന്താണ് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ശരിയായ ആൻസർ എഴുതിയിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേര് ഈസാ നബി അലൈഹിസ്സലാം. ആരും മറന്നു പോകരുതേ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ആരോഗ്യം നിലനിൽക്കാൻ നാം ദുആ ചെയ്യേണ്ടതുണ്ട്. മഹാനായ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തിന് ചോദിക്കണം. ആരോഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയില്ല. ഖുർആൻ ഓതാനും നിസ്കരിക്കാനും മക്കളെ സംരക്ഷിക്കാനും വീട് സംരക്ഷിക്കാനും ഒന്നും നമ്മൾക്ക് കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു മരണം വരെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ആരോഗ്യം നിലനിൽക്കാൻ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ 10 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അമിതമായി ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പല ആളുകളും അമിതമായി വയറ് നിറച്ച് വിശപ്പടഞ്ഞാലും പിന്നെയും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രോഗികളാവുകയും നമ്മളെ ആരോഗ്യമൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്, കുലു വശ്റബു, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണം, നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം. പക്ഷേ വലാ തുസ്രിഫു, അതിലൊന്നും നിങ്ങൾ അമിതത്വം കാണിക്കരുത്, ഇസ്റാഫ് കാണിക്കരുത്. അമിതമായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ അപകടം നമ്മളെ ശരീരത്തിനുണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വയറിനെ 3ആയി ഭാഗിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഭക്ഷണത്തിനായി, രണ്ടാമത്തെ ഭാഗം വെള്ളത്തിനായി, മൂന്നാമത്തെ ഭാഗം ശ്വാസത്തിനായി ഒഴിച്ചുവിടണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കരുത്, അമിതമായി വെള്ളം കുടിക്കാനും പാടില്ല. ചില ആളുകൾ അമിതമായി വെള്ളം കുടിക്കും. അമിതമായി വെള്ളം കുടിക്കലും തെറ്റാണ്. അത് ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമായി ബാധിക്കും. അള്ളാഹു ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, സാവധാനം ചവച്ചരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതിനാണ് അള്ളാഹു നമ്മൾക്ക് പല്ല് തന്നിട്ടുള്ളത്. മനുഷ്യൻ സസ്യബുക്കുമാണ്, മാംസബുക്കുമാണ്. അല്ലെ? മാംസം മാത്രം കഴിക്കുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പല്ല് അള്ളാഹു മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. സസ്യങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് കൊടുത്ത പല്ലും അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സസ്യബുക്കുമാണ്, മാംസബുക്കുമാണ്. എന്തിനാണ് അള്ളാഹു പല്ല് തന്നത്? കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. അതിനാണ് അള്ളാഹു പല്ല് തന്നിട്ടുള്ളത്. ചില ആളുകൾ ഭക്ഷണമൊക്കെ മുണുങ്ങി വിടാറാണ്. അങ്ങനെ മുണുങ്ങി വിടാൻ പാടില്ല. അങ്ങനെ മുണുങ്ങി വിട്ട് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമാണ് ബാധിക്കുക. ദഹന പ്രക്രിയ ശരിക്കും നടക്കൂല നമ്മളെ ശരീരത്തിന് ശരിക്ക് ദഹന പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് പല്ലുകൊണ്ട് നന്നായി ചവച്ചരച്ച് കഴിക്കണം. ചവച്ചരച്ച് കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഉമിനീരിൽ കൂടിക്കലരും. നമ്മളെ ഭക്ഷണം ഉമിനീരിൽ കൂടിക്കലരണം.
ഉമിനീരിൽ കൂടി കലരണമെങ്കിൽ നമ്മൾ നല്ലോണം പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കണം. ചില ആളുകളൊക്കെ മുടുങ്ങി വിടാറാണ്. അങ്ങനെ മുടുങ്ങി വിടരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ സാവധാനത്തില് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. ഇത് നമ്മളെ ആരോഗ്യം നിലനിൽക്കാൻ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് കുടിച്ചു തീർക്കാൻ പാടില്ല. 3 പ്രാവശ്യമായി 3 മുറുക്കായി കുടിച്ചു തീർക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാ, ഒരു മുറുക്ക് കുടിക്കുക, എന്നിട്ട് അവസാനിപ്പിക്കുക, പിന്നെ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്. ഇങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്. ചില ആളുകൾ ഒറ്റയടിക്ക് കുടിച്ചു തീർക്കാറുണ്ട്. അങ്ങനെ കുടിക്കാൻ പാടില്ല. അത് ശരീരത്തിന് ഗുണത്തിലേറെ ദോഷമായി ബാധിക്കും. നമ്മളെ ആരോഗ്യം നശിച്ചു പോകാൻ അത് കാരണമാകും. നാലാമത്തെ കാര്യം, കരിഞ്ജീരകം കഴിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ഔഷധമുള്ള ഒന്നാണ് കരിഞ്ജീരകം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിഹാദിൽ ഹബ്ബത്തി സൗദാ, നിങ്ങൾ കരിഞ്ജീരകം കഴിക്കണേ. കണ്ടോ, ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് കരിഞ്ജീരകം കഴിക്കാൻ. എന്താണ് കരിഞ്ജീരകത്തിന്റെ പ്രത്യേകത? ഫഇന്ന ഫീഹാ ശിഫാഅൻ മിൻ കുല്ലി ദാഇ ഇല്ല സാം, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ജീരകത്തിൽ മരുന്നുണ്ട് എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി കരിഞ്ജീരകം കഴിക്കാൻ പറഞ്ഞോളൂ പറഞ്ഞിട്ട് കൂടുതലായി കഴിക്കാൻ പാടില്ല. അവിടെയും നമ്മൾ ഒരു മിതത്വം പാലിക്കണം. എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ മിതത്വം പാലിക്കുക. അമിതമായി കഴിക്കാൻ പാടില്ല. കൂടിയാൽ ഒരു ദിവസം 1 ഗ്രാം 2 ഗ്രാം വരെയൊക്കെയാണ് നമ്മൾ കരിഞ്ജീരകം കഴിക്കേണ്ടത്. അതുപോലെ നമ്മളെ ആരോഗ്യം നിലനിൽക്കാൻ നമ്മൾ കഴിക്കേണ്ട മറ്റൊന്നാണ് തേന്. തേന് വല്ലാത്ത ഔഷധമുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിശിഫാഇനി, 2 ഔഷധങ്ങൾ, 2 രോഗത്തിനുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഒന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു, അൽ അസിലു, അത് തേനാണ്. അത് രോഗത്തിനുള്ള മരുന്നാണ്, ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ളതാണ് തേൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതും ശരീരത്തിന് നല്ലതാണ്. ആരോഗ്യം ഉണ്ടാകും, അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. നമ്മളെ ശരീരത്തിനുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനാണ്. സാമ്പത്തികമായ പ്രശ്നം ഖുർആനിൽ മരുന്നുണ്ട്, ശാരീരികമായ പ്രശ്നം ഖുർആനിൽ മരുന്നുണ്ട്, മാനസികമായ പ്രശ്നം ഖുർആനിൽ മരുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഓതുക, തേനും കുടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യം, എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക, മദ്യം കഴിക്കുന്നത് ഒഴിവാക്കുക. ലഹരി പദാർത്ഥങ്ങൾ എല്ലാം ഒഴിവാക്കണം. മയക്കുമരുന്ന് കഴിക്കാൻ പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് പുകവലിയും. പല ആളുകളും പറയാറുണ്ട് പുകവലിക്കാലോ, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന്. എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് പുകവലിക്കാൻ പാടില്ല. സിസർ വാങ്ങുമ്പോ അതിന്റെ പെട്ടിയുടെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ക്യാൻസറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ വിദഗ്ധന്മാരായ ഡോക്ടർമാരും, അന്തള്ള എല്ലാ ഡോക്ടർമാരും പറയും, വൈദ്യന്മാരും പറയുന്നുണ്ട് ബീഡി വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് മഹാനരായ ഗസാലി ഇമാം നമ്മളെ പഠിപ്പിച്ചത്, പാടില്ല പുകവലി എന്നിമാം ഗസാലി, പറയുന്നു ഒന്ന് നിർത്തണേ ഈ ജോലി. ആണോ, കാണുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആഫത്തുണ്ടതിൽ കോടിയാ. കണ്ട ഒരു ബീഡിയാണ്, പക്ഷെ അത് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് ആഫത്തുകൾ ഉണ്ട്. ദുർഗന്ധം കൊണ്ട് മലക്കുകൾ വെറുക്കുന്നതാ. മലക്കുകൾ വെറുക്കും. നമ്മളെ വായിൽ നിന്ന് ദുർഗന്ധമാണ് വരിക. വായിൽ നിന്ന് ദുർഗന്ധം വരാതിരിക്കാൻ ചില ആളുകളൊക്കെ ബബ്ലിക്കം കഴിക്കാറുണ്ട്, ഗ്യാസ് മുട്ടായി കഴിക്കാറുണ്ട്. എത്ര കഴിച്ചാലും നിത്യമായി ബീഡി വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ ആ ദുർഗന്ധം മാറുകയില്ല. തന്റെ ഭാര്യ പോലും വെറുക്കുന്നതാണ്. ബീഡി വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുർഗന്ധം ഭാര്യയ്ക്ക് പറ്റുമോ, കൂട്ടുകാർക്ക് പറ്റുമോ? നമ്മൾ അടുത്ത് ആരും നിൽക്കൂല. നിസ്കരിക്കാൻ വരെ നമ്മൾ അടുത്ത് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ബീഡി വലിയും തെറ്റാണ്, അതും ഒഴിവാക്കേണ്ടതാണ്. നമ്മളെ ശരീരത്തിന് അത് ഗുണത്തിലേറെ രോഗമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം വ്യായാമമാണ്, എക്സസൈസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഉടനെ കിടക്കാറുണ്ട്. അത് ഒഴിവാക്കണം. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാലും രാവിലെ ഭക്ഷണം കഴിച്ചാലും രാത്രി ഭക്ഷണം കഴിച്ചാലും ഉടനെ കിടക്കാൻ പാടില്ല. ഇബ്നു ഖയ്യിമുൽ ജൗസി പോലത്തെ മഹാന്മാര് പറയുന്നു, ഭക്ഷണം കഴിച്ചാല് 100 അടിയെങ്കിലും നടക്കണം. അതിന്റെ അർത്ഥം ജിമ്മിൽ പോയിട്ട് നല്ല എക്സസൈസ് ചെയ്യണമെന്നല്ല.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 100 അടിയെങ്കിലും നമ്മൾ നടക്കുക, അല്ലാതെ ഉടനെ കിടക്കാൻ പാടില്ല. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ നടക്കൂല. അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ വലിയ രോഗത്തിന് അടിമകളായി മാറും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. കഴിയുന്ന ആളുകളൊക്കെ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം ഒന്ന് നടക്കുക, അതില്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒന്ന് നടക്കുക. അത് നല്ല കാര്യമാണ്. ഇസ്ലാം അതിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 8ാമത്തെ കാര്യം ശുചിത്വമാണ്. എപ്പോഴും വൃത്തി ഉണ്ടാകുക. നമ്മളെ വസ്ത്രം എപ്പോഴും വൃത്തിയാവണം. അതുപോലെ തന്നെ നമ്മളെ ബെഡ്റൂം എപ്പോഴും വൃത്തി ഉണ്ടാകണം. നമ്മളെ വീട് എപ്പോഴും നല്ല വൃത്തി ഉണ്ടാകണം. നമ്മളെ ശരീരം എപ്പോഴും നല്ല വൃത്തി ഉണ്ടാകണം. നമ്മളെ വായ എപ്പോഴും നല്ല വൃത്തി ഉണ്ടാകണം. മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ലൗലാ അന്ന ശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക്ക് ഇൻദ കുല്ലി സലാത്തിൻ. എന്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാര സമയത്തും പല്ല് തേക്കാൻ, മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധമാക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ വൃത്തികീപ്പ് ചെയ്യുക. നമ്മളെ വസ്ത്രം വൃത്തിയില്ലെങ്കിൽ നമ്മൾക്ക് രോഗം ഉണ്ടാകും. നമ്മളെ ശരീരം നമ്മൾക്ക് വൃത്തിയില്ലെങ്കിൽ നമ്മൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. വായ വൃത്തിയില്ലെങ്കിൽ നമ്മൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എപ്പോഴും വൃത്തിയോടെ കൊണ്ട് നടക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം നിലനിൽക്കാൻ ഇത് നല്ലതാണ്. അതോടൊപ്പം തന്നെ എന്റെ പ്രിയമുള്ളവരെ, 9ാമത്തെ കാര്യം, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ലഘുവായി ഭക്ഷണം കഴിക്കുക. ഇന്നിപ്പോ രാത്രിയാണ് പല ആളുകളും ഹോട്ടലിൽ പോയി കുഴിമന്തി, ബ്രോസ്റ്റ്, അൽഫാം തുടങ്ങിയ വലിയ വലിയ മുന്തിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. എന്നാൽ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ലഘുവായ രൂപത്തിലാണ്. അത് തന്നെ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഉറങ്ങാൻ കിടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ? ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഒരിക്കലും കിടക്കാൻ പാടില്ല. 100 അടിയെങ്കിലും നടക്കണം. ഞാൻ പറഞ്ഞു വന്നത്, രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുകയും ലഘുവായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ തടി കുറയും, അത് ശരീരത്തിന് നല്ലതാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ഡോക്ടർമാരും പഠിപ്പിച്ചിട്ടില്ല. വിദഗ്ധന്മാരായ ആരും അങ്ങനെ പറയൂല. രാത്രി ഭക്ഷണം കഴിക്കണം, പക്ഷെ അത് ലഘുവാകണമെന്ന് മാത്രം. മഹാന്മാര് പറയുന്നു, ഫഇന്ന തർക്കൽ അശായി മഹ്റമാ. ആണോ, നമ്മൾ രാത്രി ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ അടയാളങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മളെ ശരീരമൊക്കെ പെട്ടെന്ന് ചുളിഞ്ഞു പോകും. നമ്മളെ എല്ലുകളുടെ ബലമൊക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കുക, അത് ലഘുവായി കഴിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 10ാമത്തെ കാര്യം, ഉറക്കത്തിലെ ചിട്ടയാണ്. എല്ലാ സമയത്തും ഉറങ്ങുന്ന ആളുകളുണ്ട്, ഇവർക്ക് ഒരു ഉന്മേഷം ഉണ്ടാവില്ല, അവര് പെട്ടെന്ന് രോഗികളാകും. ഉറക്കത്തിനൊരു ചിട്ട വേണം. രാത്രി നേരത്തെ ഉറങ്ങാൻ കിടക്കണം. അങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്. രാവിലെ നേരത്തെ സുബഹിക്ക് മുമ്പ് എണീക്കാൻ ശ്രമിക്കണം. അസറിന്റെ ശേഷം ഉറങ്ങരുത്. സുബഹിന്റെ ശേഷം തീരെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ചില ആളുകൾ ചെയ്യാറുണ്ട്, അതൊക്കെ തെറ്റാണ്. ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ബറക്കത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾക്ക് ബറക്കത്ത് നൽകൂല. അതുകൊണ്ട് സുബഹിന്റെ ശേഷം ഒന്നും ഉറങ്ങരുത്. ഉറക്കത്തിനൊക്കെ ഒരു ചിട്ട ഉണ്ടാകണം. ചില ആളുകൾ രാത്രി 1 മണിക്കും 11 മണിക്കും 12 മണിക്കും കിടന്നുറങ്ങുക. പിന്നെ അവൻ രാവിലെ എണീക്കുന്നത് 8 മണിക്കാ. സുബഹി നിസ്കാരം ഖളാ ആയി, തഹജ്ജുദില്ല. സുബഹിന്റെ ശേഷമുള്ള ആ സമയം വളരെ പ്രധാനപ്പെട്ട സമയമൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഉറക്കത്തിനൊരു ചിട്ടയുണ്ടാകണം. എപ്പോഴും ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എപ്പോഴും ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടായാൽ നമ്മൾ നിത്യരോഗികളാകും. അവസാനം എനിക്ക് പറയാനുള്ളത്, അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക, ഡോക്ടറെ പോയി കാണുക, മരുന്ന് കുടിക്കുക. അല്ലാതെ ഞാൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റൂല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനൊന്നും നമുക്കില്ല. തിർപ്പനച്ചി ഉസ്താദിന്റെ അത്ര ഈമാനൊന്നും ഞമ്മക്കില്ല. CM വലിയുള്ളാഹി തങ്ങൾ അത്ര ഈമാനൊന്നും ഞമ്മക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അസുഖം വന്നാൽ ചികിത്സിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അസുഖം വന്നാൽ ചികിത്സിക്കണം, അസുഖം വന്നാൽ മരുന്ന് കുടിക്കണം. എല്ലാ ഫുഖഹാക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. രോഗം വരാതെ ചികിത്സിക്കാതെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കൽ ഹറാമാണ്. അല്ലാഹുവേ, ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.